ഇപ്പോൾ ജപ്പാൻ എന്ന രാജ്യം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് 2011 രാജ്യത്തെ തകർത്തെറിഞ്ഞ ഭൂകമ്പത്തിന്റെയും സുനാമിയുടെയും തുടർന്നുള്ള നാശനഷ്ടങ്ങളുടെയും 13ാം വാർഷികത്തിലൂടെയാണ്. ഫുകുഷിമ ആണവ ദുരന്തം ജപ്പാനേറ്റ തിരിച്ചടികളിൽ പ്രധാനപ്പെട്ട ഒന്നുമാണ്. വൻതോതിലുള്ള ജീവഹാനിക്കും സ്വത്തിനും നാശനഷ്ടമുണ്ടാക്കിയ ആ ഭീകരമായ അനുഭവത്തിൽ നിന്ന് രാജ്യം ഇപ്പോൾ കരകയറുകയാണെന്നതാണ് നിലനിൽക്കുന്ന ഒരു യാഥാർത്ഥ്യം. പക്ഷേ ഇപ്പോൾ സമാനമായ ഒരു ദുരന്തം വീണ്ടും സംഭവിക്കുമോ എന്ന ആശങ്കയിലാണ് രാജ്യമുള്ളത്. ഹൊക്കോഡോയ്ക്ക് സമീപമുള്ള വെള്ളത്തിനടിയിലെ കിടങ്ങിലുള്ള ഭൂകമ്പ സാഹചര്യങ്ങൾ മറ്റൊരു വലിയ ഭൂകമ്പത്തിനുള്ള സാധ്യതയെ സൂചിപ്പിക്കുന്നുവെന്നാണ് ജപ്പാൻ വിദഗ്ധർ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. കടൽ തീരത്ത് നിന്നും ഏകദേശം 150 കിലോമീറ്റർ, അതായത് 93 മൈൽ അകലെയുള്ള ചിഷിമ ട്രെയിഞ്ചിൽ നടന്ന 5 വർഷം നീണ്ടുനിന്ന പഠനത്തിൽ നിന്നും ട്രെയിഞ്ചിന് താഴെയുള്ള ടെക്ടോണിക് പ്ലേറ്റുകൾ പരസ്പരം തെന്നി മാറുന്നില്ലെന്നും നേരെ മറിച്ച് പരസ്പരം ബന്ധിപ്പിക്കുന്നതായും കാണപ്പെടുന്നുവെന്ന് കണ്ടെത്തുകയുണ്ടായി. മാത്രമല്ല, സൗത്ത് ചൈന മോർണിംഗ് പോസ്റ്റിന്റെ റിപ്പോർട്ട് പ്രകാരം പ്ലേറ്റുകൾ അവസാനം സ്വതന്ത്രമാകുമ്പോൾ അവ ഒരു വിനാശകരമായ ഭൂകമ്പത്തിന് കാരണമാകുമെന്ന് ഗവേഷകർ ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നുണ്ട്. 17ാം നൂറ്റാണ്ടിൽ ഈ മേഖലയിലെ അവസാനത്തെ വലിയ ഭൂകമ്പത്തിന് ശേഷം ഫലകങ്ങൾ സംയോജിപ്പിച്ചതായി ജപ്പാൻ ഏജൻസി ഫോർ മറൈൻ എർത്ത് സയൻസ് ആൻഡ് ടെക്നോളജി, അതുപോലെ തൊഹോക്കു സർവകലാശാല, ഹൊക്കൈഡോ സർവകലാശാല എന്നിവിടങ്ങളിലെ ശാസ്ത്രജ്ഞർ വിശ്വസിക്കുകയും ചെയ്യുന്നുണ്ട്. അടുത്ത 30 വർഷത്തിനുള്ളിൽ 8.8 തീവ്രതയുള്ള ഭൂകമ്പം ഉണ്ടാകാനുള്ള സാധ്യത 7 മുതൽ 40% വരെയാണ് നിലനിൽക്കുന്നതെന്നാണ് ജപ്പാൻ ഭരണകൂടത്തിന്റെ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നത്. ഭൂകമ്പ പ്രവർത്തനങ്ങൾ പ്രവചിക്കുന്നത് യഥാർത്ഥത്തിൽ വളരെ ബുദ്ധിമുട്ടാണെന്ന് തൊഹോക്കു സർവകലാശാലയിലെ ഭൂകമ്പങ്ങളുടെയും അഗ്നിപർവ്വത സ്ഫോടനങ്ങളുടെയും പ്രവചന ഗവേഷണ കേന്ദ്രത്തിലെ അസിസ്റ്റന്റ് പ്രൊഫസറായ ഫ്യൂമിയാക്കി ടൊമിറ്റ പറഞ്ഞതായി സൗത്ത് ചൈന മോർണിംഗ് പോസ്റ്റ് റിപ്പോർട്ട് ചെയ്യുകയുണ്ടായി.